ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്തേക്കാണേ. എൻ്റെ പേര് ഇതാണ്, ടെസ്റ്റ്വുഡ് ലേക്സ് നേച്ചർ റിസർവ്. ഇവിടുത്തെ പ്രത്യേകതകൾ നിറയെ പക്ഷികളും പൂമ്പാറ്റകളും എന്താ പറയുക, അങ്ങനത്തെയുള്ളൊരു സ്ഥലമാണിത്. പല രാജ്യങ്ങളിൽ നിന്നും പക്ഷികൾ പറന്ന് ഇങ്ങോട്ട് വരുമെന്നാണ് പറയണത്. ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അകത്തുള്ളതെന്ന് കേട്ടോ. ഇവിടെ ഇതിൻ്റെ എൻട്രൻസിൽ പടങ്ങൾ വെച്ചിരിക്കുന്നത് തന്നെ ഇങ്ങനെ നോക്കിയേ, എല്ലാ പക്ഷികളും പൂമ്പാറ്റകളും എല്ലാത്തിൻ്റെയും പടങ്ങളുണ്ട് ഇവിടെ. എൻ്റെ പേരും എഴുതിയിട്ടുണ്ട് ഇവിടെ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി അകം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇന്നിവിടെ ഈ ബേഡിനെയൊക്കെ കാണാനായിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ കണ്ടത് ഇത് ആമ്പലാണ്. വളരെ കൗതുകം തോന്നി. ഈ പുഴയിൽ ഒരു ഭാഗത്ത് ആരോ നട്ടിട്ട് പോയ ആമ്പൽ വളരെ ഭംഗിയായ രീതിയിൽ മനോഹരമായി വളർന്നു വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നു അത് വിടർന്നതായിരുന്നു, ഇപ്പം അത് കൂമ്പിയതാണെന്ന് തോന്നുന്നു. എന്ത് രസമാണ് കാണാനായിട്ട്. അതും ഈ ഓളങ്ങളും ശരിക്കും നമ്മുടെ നാട്ടിലൊരു പ്രതീതി അല്ലേ? അത് തോന്നണില്ലേ രഞ്ജു? നാട്ടിലൊരു പ്രതീതിയായിട്ട് തോന്നുന്നില്ലേ ബിബിന? ശരിക്കും നാട്ടിലൊരു തോന്നണ്ടല്ലേ? നല്ല പുഴ, ശരിക്കും ഒരു ആലുവ പുഴ പോലെ ഞങ്ങൾക്ക് തോന്നി കേട്ടോ. ഞങ്ങളിനി ആലുവയിലുള്ളത് കൊണ്ടാണോന്നറിയില്ല, ആലുവ പുഴ പോലെ തോന്നി. ഇവിടെ നമ്മൾ ഈ ഒരു ഗാർഡനിൽ വന്നിട്ട് കൂടുതലും ഇങ്ങനത്തെ വൈൽഡ് ഫ്ലവേഴ്സിനെയാണ് കേട്ടോ കാണുന്നത്. ഒരുപാടുണ്ട് വൈൽഡ് ഫ്ലവേഴ്സ്. ഇത് കണ്ടോ, ഇഷ്ടംപോലെ നമ്മുടെ കാട്ടിലൊക്കെ കാണുന്നതാണ്. പക്ഷേ ഇവിടെ നല്ല ഭംഗിയായിട്ട് വളർന്നിരിക്കുന്നു. ഇവരെല്ലാവരും ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല പ്രകൃതി സൗന്ദര്യം. കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഈ ഒരു ഏറ്റവും സൗന്ദര്യമുള്ള ഈ ഒരു പാർക്കിലേക്ക് വന്നു. ഈ പാർക്കിന്റെ പേരെന്തായിരുന്നു? ലേക്സ്. ശരിക്കും ഇത് നമ്മുടെ നാട്ടിലെ പുഴ പോലെ തോന്നുന്നുണ്ട് അല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇഷ്ടംപോലെ പ്രകൃതി ഭംഗിയും മരങ്ങളും താഴ്വരകളും പൂക്കളും പക്ഷികളും അതിനിടയ്ക്ക് കുറെ ഡോഗ്സും എല്ലാം ആയിട്ട് അതിനിടയ്ക്ക് ചൂണ്ടയിടുന്ന കുറെ പേരെ കണ്ടു. അങ്ങനെ എന്തായാലും ഇന്നത്തെ ഒരു ഈവനിങ് വളരെ മനോഹരമായിരുന്നു. അത് കൂടുതലും മനോഹരമാവാൻ കാരണം ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ രഞ്ജു ഹായ്, ഷെമി, ബിബിന, അപ്പം ജെയ്സനാണ് ക്യാമറ പിടിക്കുന്നത്. കൊശ്ശാനും ഉണ്ണി അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്കിവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോയാലോ? ബൈ ബൈ. നമ്മുടെ ബാർബിക്യൂ ഒക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രഞ്ജു, ഹായ് രഞ്ജു. ബർഗറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷഭരിതരായിട്ട്. ഈ വർഷത്തെ ആദ്യത്തെ ബാർബിക്യൂ ആണല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ ഓരോ ചെറിയ ചെറിയ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ നിങ്ങളെ. അപ്പോൾ നമ്മുടെ കൊശ്ശാൻ്റെ വീട്ടിലെ ഈ വർഷത്തെ ആദ്യത്തെ ബാർബിക്യൂ ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്, അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അല്ലേ? നെൽസൺ, ബിബിന, കൊശ്ശ, താങ്ക് യു. ഞങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊശ്ശാനെല്ലാം റെഡിയാക്കിയതിന്. കൊശ്ശാനും രഞ്ജുവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു പൂ ചോദിച്ചാൽ കൊശ്ശാനും രഞ്ജും ഞങ്ങൾക്ക് പൂക്കാലം തരും. അതാണ് ഇവർ രണ്ടുപേരുടെ ഒരു സ്വഭാവം അല്ലേ നെൽസ, ബിബി? അപ്പൊ അതാണ് ഞങ്ങളുടെ കൊശ്ശാനാണത്. ഒരു ഹലോ പറഞ്ഞു കൊശ്ശ. രഞ്ജു ഒരു ഹലോ പറഞ്ഞേ. അപ്പൊ ഒരു അടിപൊളി സന്ധ്യയുണ്ട്. എന്തായാലും ഒരു അവിടെ വന്നാൽ അടിച്ചു പൊളിക്കാൻ പറ്റും. സായം സന്ധ്യ വിത്ത് ബാർബിക്യൂ. ബാർബിക്യൂ നൈറ്റ്. കൊശ്ശായ എങ്ങനെയുണ്ട് നമ്മുടെ ബാർബിക്യൂ? എന്തൊക്കെ വെച്ചായിരുന്നു കൊശ്ശാൻ? ചിക്കൻ വെച്ചു, പിന്നെന്താ വെച്ചേ? ബർഗർ വെച്ചു അല്ലേ? ഇപ്പൊ നന്നായിട്ട് വന്നു അല്ലേ? കനലിപ്പോ നന്നായിട്ട് വന്നു അല്ലേ? സ്റ്റാർട്ടിങ് കുറച്ച് തീ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ സെറ്റായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഞൊടിയിടയില് കൊശ്ശാൻ ഇതൊക്കെ റെഡിയാക്കി അല്ലേ നെൽസ? കോശായന്റെ കാര്യം പിന്നെ ചോദിക്കാനുണ്ടോ? അതെ അതെ അതെ, സെറ്റായിട്ട് അല്ലേ കോശായ? ഇന്നത്തെ ബാർബിക്യൂ ഞങ്ങൾ കോശാനോടും രഞ്ജുനോടൊപ്പം. രഞ്ജു, ഇതിനൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. കാരണം അല്ലേ, പെട്ടെന്ന്
ഇതൊക്കെ പോയി വാങ്ങിച്ച് ഇതെല്ലാം സെറ്റാക്കി ഞങ്ങൾ 3 ഫാമിലി, അത് ഞങ്ങൾ അറിഞ്ഞു പോലുമില്ല. ഇവർ വരുന്നുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ല, അവർ അറിഞ്ഞില്ല ഞങ്ങൾ വരുന്നുണ്ടെന്ന്. എല്ലാം ഒരു എന്താ പറയണേ, ഒരു ഒത്തുചേരലായിരുന്നു. അപ്പോൾ ക്യാമറ ഇങ്ങോട്ട് പോട്ടെ. ബിബിന ആൻഡ് കുഞ്ഞു ബേബി, എങ്ങനെയുണ്ട് നമ്മുടെ ബാർബിക്യൂ? അടിപൊളിയാണ്, സ്പൈസിയാണ്. പക്ഷെ അകത്തെ ഭാഗം നല്ല മൊരിഞ്ഞിട്ടുണ്ട് അല്ലേ? മിക്കലും കഴിക്കുന്നുണ്ട്. കുഞ്ഞു ബേബിയും കഴിക്കുന്നുണ്ടോ? കുഞ്ഞു ബേബിക്ക് ഇഷ്ടമായോ? അവനും ഇഷ്ടപ്പെട്ടു, അവനും കഴിക്കുന്നുണ്ട്. നല്ല സൂപ്പറാ. അപ്പൊ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ? അടിപൊളി. ഓക്കെ, ക്യാമറ പോട്ടെ. ഫെമി ഇവിടെ വന്നിട്ട് അധികം പ്രാവശ്യം കഴിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടമായോ? ഏറ്റവും ഇഷ്ടമായത് ഏതാ? ചിക്കൻ. ഉള്ളൊക്കെ മൊരിഞ്ഞിട്ടുണ്ടോ? ഓക്കെ. ഇനി ക്യാമറ പോട്ടെ. രഞ്ജു ടേസ്റ്റ് ചെയ്തായിരുന്നോ? എങ്ങനെയുണ്ട്? എല്ലാം ഇഷ്ടമായോ? നല്ല കനലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിരിക്കണം അല്ലേ? ഏറ്റവും ആദ്യം കുറച്ച് തീ കൂടി പോയി, പക്ഷെ ഇപ്പൊ നല്ല ഇതായല്ലേ? ചിക്കൻ അതിന്റെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന. ഓക്കെ, അപ്പൊ അത് മാജിക്കാണ്. അതിന്റെ റെസിപ്പി പുറത്തേക്ക് വിടണ്ടോ? പുറത്തേക്ക് വിടണില്ല. ഓക്കെ. അപ്പം നമുക്ക് സീക്രട്ട് റെസിപ്പിയാണ്. കോശാന്റെ വീട്ടിൽ ഒരുപാട് എന്താ പറയുന്ന ചെടിച്ചട്ടികളും പൂക്കളും എല്ലാം ഉള്ളതാണ്. പക്ഷേ ഈ വർഷം അധികം വെക്കാൻ പറ്റിയില്ല. ഇതെല്ലാം അടുത്ത വർഷം അടിപൊളിയായിട്ട് വരുന്നതായിരിക്കും അല്ലേ രഞ്ജു? അടുത്ത വർഷം ഇവിടെ നമുക്കൊരു വീഡിയോ പിടിക്കാനായിട്ട് റെഡിയാവും. ഇവിടെ ഞങ്ങളുടെ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഊഞ്ഞാലുണ്ട്, അവിടെ ഒരു മുന്തിരിയുണ്ട്. ചിക്കൻ എങ്ങനെയുണ്ട്? ജംഗിൾ പൊളി. എന്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ? റെസിപ്പി നമുക്ക് തരണം. അടിപൊളിയാണ് അല്ലേ? എന്തായാലും കോഴിച്ചാരെ നമുക്ക് സമീപിക്കാം. അതിന്റെ റെസിപ്പി ആയിട്ട് അവർ തരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമായി അല്ലേ? ചിക്കൻ മാരിനേറ്റ് ചെയ്തത് സൂപ്പറായി. എന്തായാലും അടിപൊളി. അപ്പൊ നമ്മുടെ ബാർബിക്യൂ നൈറ്റ് ഇവിടെ അവസാനിക്കുവാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ ജയ്സ? ജംഗിൾ പുളി. അതുപോലെ നല്ലൊരു സായാഹ്നം നമുക്ക് സമ്മാനിച്ചതിന് കോശായനും രഞ്ജി ചേച്ചിക്കും ലിസിയാൻഡിക്കും ഉണ്ണിച്ചേട്ടനും എല്ലാവർക്കും ഒരുപാട് നന്ദി. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തല്ല, പെട്ടെന്ന് എല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇത്ര ലെവലിലായിട്ട് ഇത്ര ഗ്രാൻഡ് ലെവലില് സെറ്റപ്പ് ആക്കി കോശാൻ തന്നത്. അപ്പൊ നമ്മള് മുൻകൂട്ടി ചെയ്തായിരുന്നെങ്കിൽ ഇത് വേറെ ലെവലായാണ്. അപ്പൊ ഞൊടിയിടയില് കോശാനും രഞ്ജുവും ഇത്രയും കാര്യങ്ങളൊക്കെ ഒരുക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും സുഭിക്ഷമായി കഴിക്കാനും ഇനിയുണ്ട് ബാക്കി. ഇനിയും കോശാൻ ചോദിക്കാൻ എന്താ വേണ്ടത്? ഇതാണ് കോശാനും രഞ്ജു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. എല്ലാരും വയറൊക്കെ തള്ളി പിടിച്ചൊക്കെ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ തെറ്റു. അത് കാരണം എല്ലാരും വയറൊക്കെ സെറ്റാക്കി പിടിച്ചേക്കാണ്. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന്റെ റെസിപ്പി കോശാൻ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അടിപൊളിയായിരുന്നു ടേസ്റ്റ്. അങ്ങനെ ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരുന്നു അല്ലേ മക്കളെ? അപ്പൊ കോശാനും രഞ്ജുവിനും ഒരുപാട് വാത്സല്യത്തോടെ നന്ദിയോ സ്നേഹമോ എല്ലാം അറിയിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.